ബോസ് നൽകുന്ന ആ പുകഴ്ത്തലുകൾ ഒരു അപകടമാണെന്ന് അരിക്കൊമ്പൻ തിരിച്ചറിഞ്ഞില്ല. കാരണം അവനൊരു മാസ്റ്ററായപ്പോൾ സത്യത്തിൽ സ്വന്തം കരിയർ ലോക്ക് ചെയ്യുകയായിരുന്നു. അരിക്കൊമ്പൻ സീരീസ് ദ കോമ്പിറ്റൻസ് ട്രാപ്പ് പാർട്ട് 4. അരിക്കൊമ്പൻ ഇപ്പോൾ തന്റെ ജോലിയിൽ അതിഭയങ്കര വേഗത കൈവരിച്ചു. പഴയ ഫയലുകൾ നോക്കാനും സിസ്റ്റത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവന് സെക്കൻഡുകൾ മതി. താൻ ആ ജോലിയിൽ പെർഫെക്റ്റ് ആയതുകൊണ്ട് ഉടനെ പ്രൊമോഷൻ കിട്ടുമെന്ന് കൊമ്പൻ വിശ്വസിച്ചു. പക്ഷേ അവിടെയാണ് അവന് തെറ്റിയത്. കൊമ്പൻ ഒരേ കാര്യം തന്നെ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരുന്നു. മുകളിലത്തെ പൊസിഷനുകളിലേക്ക് വേണ്ട പുതിയ വിദ്യകളൊന്നും അവൻ പഠിച്ചില്ല. പ്രൊമോഷൻ കിട്ടിയിട്ട് ബാക്കി പഠിക്കാം എന്നാണ് കൊമ്പന്റെ ചിന്ത. പക്ഷേ കമ്പനി നോക്കുന്നത് കൊമ്പന് ഇപ്പോൾ ആ പുതിയ സ്കില്ലുണ്ടോ എന്നാണ്. ഒരേ ടാസ്ക് ആവർത്തിച്ച് ചെയ്യുന്ന ഈ കംഫർട്ട് സോൺ കൊമ്പന്റെ കരിയറിനെ തളർത്തും. അതുമല്ല, അരിക്കൊമ്പൻ പണിയെടുക്കുന്നത് അവന്റെ ബോസ് മാത്രമാണ് കാണുന്നുള്ളത്. കാടിന്റെ ഭരണം തീരുമാനിക്കുന്ന വലിയ ആനകളാരും കൊമ്പനെ അറിയില്ല. റിപ്പോർട്ടുകളിൽ കൊമ്പൻ ഒരു നല്ല പണിക്കാരൻ മാത്രമായി ഒതുങ്ങിപ്പോയി. കൊമ്പന്റെ കൂടെയുള്ള മറ്റു മൃഗങ്ങൾ മുകളിലേക്ക് കയറുന്നത് അവർ തങ്ങളുടെ ലക്ഷ്യം തുറന്നു പറയുന്നതുകൊണ്ടാണ്. പക്ഷേ അരിക്കൊമ്പൻ വിചാരിച്ചത് പണിയെടുത്താൽ മാത്രം മതിയെന്നാണ്. നിശബ്ദനായി പണിയെടുക്കുന്ന കൊമ്പനെ ആർക്കും ഭയമില്ലായിരുന്നു. അതുകൊണ്ടുതന്നെ ആരും അവരെ ശ്രദ്ധിച്ചതുമില്ല. അരിക്കൊമ്പൻ കഥയുടെ ഞെട്ടിക്കുന്ന ക്ലൈമാക്സ് അറിയണോ? പുകഴ്ത്തലുകൾക്കും കഠിനാധ്വാനത്തിനുമിടയിൽ കൊമ്പന്റെ ഭാവിക്ക് എന്ത് സംഭവിച്ചു? അത് കാണാനായി ഇപ്പോൾ തന്നെ ദാസ് ആൻഡ് കൊമ്പനെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ.